തെന്നിന്ത്യയുടെ വാനമ്പാടി എസ് ജാനകിക്ക് വിട നൽകാനൊരുങ്ങി നാട്. മൈസൂരു മഹാരാജ കോളേജിൽ പൊതുദർശനം തുടരുകയാണ്. വൈകിട്ട് ഹുണ്ടിയിലെ നവീൻ ഫാം ഹൗസിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാര ചടങ്ങ്. മൈസൂരിൽ തന്നെ സംസ്കരിക്കണമെന്നായിരുന്നു ജാനകി അമ്മയുടെ അന്ത്യാഭിലാഷം. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, വലിയ നഷ്ടം, മഹാനഷ്ടം എന്നൊക്കെ നമുക്ക് പറയാം. ആ നഷ്ടത്തിൻ്റെ അത് ഉൾക്കൊള്ളാനാകാത്ത വിധത്തിലൊക്കെയുള്ള പ്രതികരണങ്ങൾ കേൾക്കുന്നു. അതിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങോട്ടേക്ക് അത്രമാത്രം ആളുകൾ ഒഴുകിയെത്തുന്നുണ്ട്. ജാനകി അമ്മ എന്ന് നമ്മൾ അമ്മ എന്ന് കൂട്ടി വിളിക്കുക അത്രമാത്രം ബഹുമാനത്തിലും സ്നേഹത്തിലും പ്രതിഭയോടുള്ള ആദരവിലുമൊക്കെയാണ്. അത്രമാത്രം ആളുകൾ എത്തുന്നുണ്ട് ഇപ്പോൾ അങ്ങോട്ട്. എങ്ങനെ പൊതുദർശനം പുരോഗമിക്കും? അക്ഷയ സൂചിപ്പിച്ച പോലെ തന്നെ എസ് ജാനകി എന്നുള്ളത് എസ് ജാനകി അമ്മ എന്ന് മാത്രമാണ് ആളുകൾ കൂട്ടി വിളിക്കാറുള്ളത്. അത്രത്തോളം ജനങ്ങളുമായി, അതായത് നമ്മളുമായി, ഓരോ മനുഷ്യരുമായി ഏറ്റവും അടുത്ത് കിടക്കുന്നത് അമ്മയാണ്, മാതൃഭാവമാണ്. അങ്ങനെ ഒരു അമ്മയായി നിരവധി പേർക്ക് ആ ഒരു ഭാവത്തോടു കൂടി അവരോട് ഇടപെട്ട ഒരു വലിയ ആളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഏതായാലും ജാനകിയമ്മയുടെ പൊതുദർശനം ഇപ്പോൾ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ നിരവധി ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ വീട്ടിലും, ബൊഗാഡിയിലെ താമസിച്ചിരുന്ന ആ വീട്ടിലും നിരവധി ആളുകൾ എത്തിയിരുന്നു. ഇപ്പോൾ അതിന് പിന്നാലെ ഈ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലെ പൊതുദർശനത്തിലും ജാനകിയമ്മയെ അവസാനമായി കാണുന്നതിന് വേണ്ടി അനവധി പേർ ഇവിടേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. രാവിലെ 8:30 മുതൽ വൈകിട്ട് 3 മണി വരെയാണ് പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷം മൈസൂരിൽ നിന്ന് ഏതാണ്ട് 25 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഫാം ഹൗസിലാണ്, നവീൻ ഫാം ഹൗസ് എന്ന് പറയുന്ന ജാനകിയുമായി ബന്ധപ്പെട്ട അത്രയും കിടക്കുന്ന ഒരു ഫാം ഹൗസിലാണ് ഈ അന്ത്യവിശ്രമത്തിനുള്ള സൗകര്യം ഒരുക്കുന്നത്. ജാനകിയമ്മയുടെ അന്ത്യാഭിലാഷ പ്രകാരമാണ് ഈ ഫാം ഹൗസിൽ തന്നെ അവർ ഈ ഒരു സംസ്കാര ചടങ്ങുകൾ നടത്താൻ ഉദ്ദേശിക്കുന്നതും. അവരുടെ കൊച്ചുമകൾ അപ്സരയാണ് ഈ ചടങ്ങുകളെല്ലാം തന്നെ, അതായത് സംസ്കാര ചടങ്ങുകൾ നടത്തുന്നത്. ഏതായാലും വലിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം നിരവധി ആളുകൾക്ക്, ഓരോ ആളുകൾക്കും ഓരോ കഥയാണ് എസ് ജാനകിയെക്കുറിച്ച് പറയാനുള്ളത്. അതായത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോട് വളരെയധികം അടുത്ത് പരിചയപ്പെട്ടിരുന്ന ഒരു വ്യക്തി, അടുത്ത് ഇടപഴകിയിരുന്ന ഒരു വ്യക്തി. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മൈസൂരിൽ തന്നെ ഇവിടെ വരുന്ന ആളുകൾക്കെല്ലാം തന്നെ ജാനകിയമ്മയെ നേരിട്ടറിയാം. അതായത് ഇത്രയും പ്രശസ്തിയിൽ നിൽക്കുന്ന ഇത്രയും വലിയൊരു ഗായിക, അവരെ നേരിട്ട് ഓരോ ആളുകൾക്കും, ജാനകിയമ്മ താമസിച്ചിരുന്ന ഒരു പ്രദേശത്തുള്ള ആളുകൾക്കെല്ലാം തന്നെ അവർ എന്ന് വെച്ചാൽ ജീവനാണ്, തൊട്ട അയൽക്കാരിയാണ്. അവരെ കാണാൻ വേണ്ടി, ഒരു അവസാനമായി കാണാൻ വേണ്ടി അവരെല്ലാം തന്നെ നിറകണ്ണുകളോടുകൂടിയാണ് എത്തിയത്. അതായത് ഈ മൈസൂരു അല്ലെങ്കിൽ കർണാടകത്തിലെ ഈ പ്രദേശത്ത് മാത്രമല്ല, കേരളത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, അവരുടെ ജന്മദേശമായ ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്ന എല്ലാം തന്നെ ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു. ഇവരെല്ലാം തന്നെ ഇടയ്ക്കിടെ ഈ പല ആളുകൾ, ഈ ആരാധകരായിട്ടുള്ള പല ആളുകളും ഇടയ്ക്കിടെ ജാനകിയമ്മയെ നേരിട്ട് വന്ന് സന്ദർശിച്ചിരുന്ന ഒരു പതിവുള്ള ആളുകളാണ്. അപ്പോഴെല്ലാം തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം ഇവരൊക്കെ ഇങ്ങനെ കൊണ്ടു കൊടുക്കുമായിരുന്നു എന്ന് രാവിലെ ചില ആളുകൾ, പൊള്ളാച്ചിയിൽ നിന്ന് ഒരു വ്യക്തി അങ്ങനെയുള്ളൊരു പ്രതികരണങ്ങളൊക്കെ രാവിലെ ഒരു അനുസ്മരണമൊക്കെ നടത്തിയിരുന്നു. ഏതായാലും അങ്ങനെ ഓരോ ആളുകൾക്കും ഇവർ അത്രയധികം ജാനകിയമ്മ അവരുമായി ബന്ധപ്പെട്ട് കിടന്നിരുന്ന, അല്ലെങ്കിൽ അവരുമായി വളരെയധികം ബന്ധപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു എസ് ജാനകി എന്നുള്ളത്. അങ്ങനെ ഒരു സാധാരണക്കാരിൽ അത്രയധികം സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയാണ് ഇപ്പോൾ കടന്ന് പോയിരിക്കുന്നത്. ഏതായാലും അവരുടെ അന്ത്യയാത്ര, അല്ലെങ്കിൽ അന്ത്യയാത്രയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുരോഗമിക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരിക്കും ചടങ്ങുകളെല്ലാം തന്നെ നടക്കുക. സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി യതീന്ദ്ര സിദ്ധരാമയ്യയാണ് ഈ ചടങ്ങുകളിലെല്ലാം തന്നെ പങ്കെടുക്കുക. അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ നടക്കുന്നു. നിരവധി ആളുകൾ ഇപ്പോഴും ഇവിടേക്ക് എസ് ജാനകിയെ കാണുന്നതിന് വേണ്ടി, അവസാനമായി ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 17 ഭാഷകളിൽ പാടിയിട്ടുള്ള, 48,000-ഓളം പാട്ടുകൾ പാടിയ ആ ഭാഷകളിലെല്ലാം തന്നെ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ള അങ്ങനെയുള്ള ഒരു ഗായിക, അങ്ങനെയുള്ളൊരു വ്യക്തിത്വം തന്നെയായിരുന്നു എസ് ജാനകി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ തെന്നിന്ത്യയുടെ വാനമ്പാടി, അല്ലെങ്കിൽ നിരവധി ആളുകൾക്ക് അമ്മയായിട്ടുള്ള ഒരു വ്യക്തി, ആ ഒരു മാതൃഭാവം, പുഞ്ചിരിക്കുന്ന മുഖം മാത്രമേ നമുക്ക് എപ്പോഴും എസ് ജാനകിയമ്മയിൽ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ
കടന്നു പോകുന്നത്. ഗായിക KS ചിത്ര ഇവിടേക്ക് എത്തും എന്നുള്ള വിവരം നിലവിലുണ്ട്. ഏതായാലും അവരുടെ സന്ദർശനം സംബന്ധിച്ച ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ തന്നെയായിരുന്നു ഇപ്പോഴും ആ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി ഇല്ലാതെ എസ് ജാനകിയെ നമ്മൾ ഇവിടെയും ഒരു വേദിയിലോ ഒരു ഇടത്തോ ഏത് ക്യാമറ കണ്ണുകളിൽ ഏത് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അവിടെയൊക്കെ നമ്മൾ കാണുന്ന എപ്പോഴും അവരെ ആ തലത്തിൽ തന്നെയായിരുന്നു. നിസ്തുലമായിട്ടുള്ള സ്വര മാധുര്യമെന്നോ മാഹാത്മ്യമെന്നോ എന്താണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ മധ്യവയസ്കയാകുമ്പോൾ വാർദ്ധക്യം അവരെ പിടികൂടുമ്പോഴുമൊക്കെ അവരുടെ ശബ്ദത്തിൽ എപ്പോഴും നിറഞ്ഞു നിന്നിരുന്ന യൗവനതയുണ്ട്, അതിൽ നിറഞ്ഞു നിന്ന ഒരു യുവത്വമുണ്ട്. ആ യുവത്വത്തിൽ പ്രണയവും മറ്റെല്ലാ മാനുഷിക വികാരങ്ങളും ആ ശബ്ദത്തിൽ അങ്ങനെ അലിഞ്ഞു ചേരുന്നതായിട്ടാണ് നമ്മളെപ്പോഴും കാണുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത്. ഇനിയും നമ്മളതിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും.